ഹലോ ഗെയ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നതേ മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും നല്ല പ്രിയങ്കരിയായ പത്തിരീനെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. ഹിന്ദുക്കൾക്ക് അതിലേറെ ഇഷ്ടമാക്കണം. എല്ലാവർക്കും ഇഷ്ടമാണ്. സൽക്കാരത്തിലൊക്കെ ഏറ്റവും നല്ല മുന്നിൽ നിൽക്കുന്ന ആളാണ് പത്തിരി. ഏത് കാലത്തും പത്തിരിന് കഴിഞ്ഞിട്ടുള്ളൂ വേറെ അല്ലാതെ കേട്ടോ. അങ്ങനെ ഞാനൊരു സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കിയപ്പെട്ട വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ കുഞ്ഞ് ബെല്ലൈക്കണം അമർത്തിയിട്ടേ ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു. നിങ്ങളെ അഭിപ്രായങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ചുട്ടെടുക്കണം കേട്ടോ. ചുട്ടെടുക്കണത് നല്ല ഇതാട്ടോ. ആദ്യം നമ്മൾ പെട്ടെന്ന് ചുട്ടെടുക്കുക. ചുടുന്ന ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനേക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കറീൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് പത്തിരിക്ക് പൊടി വാട്ടിയാലോ. ഞാനിപ്പോൾ ഈ ക്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാട്ടോ വെക്കുന്നത്. 3 ഗ്ലാസ് വെള്ളത്തിന് 3 ഗ്ലാസ് പൊടി കറക്റ്റാക്കാം കേട്ടോ. അതിൻ്റെ അളവ് നിങ്ങളിങ്ങനെ ഒന്ന് പൊടി വാട്ടി നോക്കി. വെള്ളം ഏറുമില്ല കുറയില്ല. നമ്മൾ പൊടി എടുക്കണ അതേ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് കേട്ടോ. ഇത് ഞങ്ങളെ ഉമ്മയൊക്കെ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതേപോലെ ആദ്യമൊക്കെ ഞാൻ വെള്ളം വെച്ചിട്ട് പാകത്തിന് ഇങ്ങനെ പൊടിയിടായിരുന്നു. അപ്പോൾ അങ്ങനെ കറക്റ്റാക്കി വെള്ളം വെക്കുമ്പോൾ നമ്മളെ പൊടി പാകത്തിന് വേഗാക്കാം കേട്ടോ. വെള്ളം അധികം ആവില്ല, വെള്ളം കുറയില്ല. ഒരു പാകത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം വെള്ളം തിളച്ച് വരുമ്പോൾ അതിക്കിട്ടിട്ട് പൊടി ഇട്ട് കഴിഞ്ഞേക്കാൻ നമ്മൾ ഫ്ലെയിം ചെറുതാക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ ആ വെള്ളം എടുത്ത ഗ്ലാസ്സിന് തന്നെ 3 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് അളവ്. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി. പത്തിരി നല്ല പാകാക്കാം കേട്ടോ. അതിൻ്റെ പൊടിൻ്റെ വെള്ളവും കുഴവൊക്കെ പാകാക്കരം. അങ്ങനെ ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം നല്ലോണം തിളച്ചിട്ട് നമുക്കതിൽ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് തണുക്കാൻ വെക്കട്ടോ. ഒരു പരന്ന തട്ടിലേക്ക് നമുക്ക് കുറച്ച് നേരം ഒന്ന് പരത്തി വെക്കാം. കൈ പൊള്ളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് തണുത്ത് കുഴച്ചെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പറ്റ തണുക്കേണ്ട ചെറിയൊരു ചൂടിൽ നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കട്ടോ. കൈ പൊള്ളൊന്നുമില്ല, പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും. തണുത്ത വെള്ളം ഒഴിച്ചങ്ങാണ്ട് നല്ലോണം തണുത്ത വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം ഏറൊന്നുമില്ല. തണുത്ത വെള്ളം നമ്മൾ ഒഴിക്കണോടത്തോളം, തണുത്ത വെള്ളമല്ല സാധാ നോർമൽ വാട്ടർ കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല പറയുന്നത്. അതിട്ടുങ്ങാണ്ട് നല്ലോണം ഇടക്കിടക്കിനെ തെളിച്ച് ഇങ്ങനെ കുഴച്ചെടുത്താൽ നല്ല മഴ ഉണ്ടാവും കേട്ടോ. ഈ വെള്ളം തെളിക്കണോടത്തോളം ഇത് മഴം കൂടും. നിങ്ങളിങ്ങനെ തത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം തെളിക്കുക, കുഴക്കുക. എന്നാൽ കൈ ചൂടാവില്ല, പൊടിക്ക് നല്ല മയം കിട്ടും. ആ ഡ്രൈറ്റ്നെസ്സൊക്കെ പോയി എളുപ്പം കുഴഞ്ഞ് കിട്ടും കേട്ടോ. അതാണ് ഏറ്റവും നല്ലതിൻ്റെ ടിപ്പ്. പച്ചവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ കൈ പൊള്ളില്ല, പൊടി നല്ല മയം കിട്ടും. വെള്ളം എത്ര ഒഴിച്ചാലും ഒരു പാകത്തിന് ഒഴിച്ചാലൊന്നും ഇത് ഏറൂല കേട്ടോ. അത് നല്ലൊരു മയം കിട്ടും, അതിൻ്റെ ഡ്രൈ ഒക്കെ പോയിട്ട്. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ലാസ്റ്റ് കുഴയൊക്കെ കഴിഞ്ഞിട്ട്. പത്തിരിക്ക് നല്ലൊരു മയം കിട്ടാനും പത്തിരി മെഷീനിൽ പരത്തുമ്പോൾ ഒട്ടായിരിക്കാനും കേട്ടോ. ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നെയ്യും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചട്ടോ. വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ലൊരു മഴയാണ്. കട്ടിയില്ല തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ. ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ പത്തിരി ഒക്കെപ്പാടെ പരത്തണല്ലോ, ഇവിടെ 2 ആളുള്ളൂ. അതുകൊണ്ട് ഞാനൊരു നല്ലൊരു അടപ്പില്ല പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് പരത്തിങ്ങാണ്ട്. പിന്നെ വൈകുന്നേരത്ത് ചുടാൻ അല്ലെങ്കിൽ രാവിലെ ചുടാം. കേടില്ല കേട്ടോ. അങ്ങനെ ചുട്ടാൽ നമുക്ക് ആവശ്യത്തിന് ചുട്ടെടുത്താൽ മതി.
അപ്പോൾ 2 കിലോ പത്തിരി ഞാൻ അവിടെ ഉണ്ടാക്കണുള്ളൂ. അങ്ങനെ ഈ 3 ഗ്ലാസ് പൊടി കൊണ്ട് നമുക്കൊരു 30 പത്തിരി ഉണ്ടാക്കട്ടോ. 1 ഗ്ലാസ് പൊടി കൊണ്ട് 10 പത്തിരി ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. നമ്മൾ 10 പത്തിരി ഉണ്ടാക്കണമെങ്കിൽ 1 ഗ്ലാസ് പൊടി എടുത്താൽ മതി. അങ്ങനെ 3 ഗ്ലാസ് പൊടി കൊണ്ട് ഞാൻ 30 പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്കതൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് കയ്യമ്മാക്കിയിട്ടൊന്ന് കുഴച്ചങ്ങാണ്ട് ഒന്ന് ഇതേമാതിരി ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പത്തിരി ഉണ്ടാക്കണ അത്ര പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമില്ല. പത്തിരി മെഷീൻ ഉണ്ടെങ്കിലേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുമാണ്. കറി ഏത് കറി വേണമെങ്കിലും ഇതിന് പറ്റും. ഇറച്ചിക്കറി പറ്റും, മുട്ടക്കറി പറ്റും, പച്ചക്കറി പറ്റും, വെജിറ്റബിൾ കുറുമ പറ്റും. പിന്നെ തേങ്ങാപ്പാൽ വെച്ച് അങ്ങനെ വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഞാൻ അപ്പോൾ അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കിയിരിക്കണം. ഇത് വറുത്ത് പൊടിച്ച പൊടിയാട്ടോ. മില്ലിൽ നിന്ന് നമ്മൾ പച്ചരി കഴുകി ഉണക്കിയാണ്ട് പൊടിച്ച പൊടിയാണ്. നിങ്ങൾക്ക് പിന്നെ കടയിൽ നിന്ന് കൊണ്ട് തന്നെ പത്തിരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഉരുട്ടിങ്ങാണ്ട് ഈ ഉരുളയൊക്കെ ഞാൻ ഈ ഉരുള എണ്ണയൊക്കെ അപ്പോഴേ 3 ഗ്ലാസ് പൊടിക്ക് 30 പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ് പൊടിക്ക് 10 പത്തിരിയാണ് അതിൻ്റെ കണക്ക്. അതൊക്കെ നമ്മളമ്മമാർ പറഞ്ഞതാണ്. എൻ്റെ അമ്മ പറഞ്ഞതീനും 1 ഗ്ലാസ് പൊടി പറഞ്ഞാൽ 10 പത്തിരി ഉണ്ടാവും. ഞാനപ്പോൾ കണക്ക് നോക്കിയപ്പോൾ നല്ല കറക്റ്റാണ്. ആ പഴയ ആൾക്കാരെ കണക്കൊക്കെ ഭയങ്കര കറക്റ്റാക്കാൻ കേട്ടോ ഗെയ്സ്. അങ്ങനെ ഇതൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മെഷീനിൽ പരത്തിയെടുക്കാം. ഇതെല്ലാതും ചുട്ടെടുക്കാം. അങ്ങനെ നമുക്ക് പത്തിരി എല്ലാതും പരത്തിയെടുക്കട്ടോ. ഉരുള നല്ലോണം കയ്യിലിട്ടൊന്ന് ഉരുട്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ പത്തിരി മിഷീമാക്കിയിട്ട് അതിൽ പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് പൊടിയിലൊന്ന് തട്ടിയിട്ട് ഒട്ടണീനാട്ടോ പൊടി തട്ടണേ. 2 കൈയോണ്ടും പൊടി തട്ടി കളഞ്ഞിട്ട് അതിമേൽ ഇട്ട് കൊടുക്കുക. കയ്യിലിട്ട് നല്ലോണം ഉരുട്ടുക. അപ്പോൾ തന്നെ ഒന്ന് സോഫ്റ്റ് ആവും. കുറച്ച് വെളിച്ചെണ്ണ എപ്പോഴൊന്നും വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു വട്ടം ഒഴിച്ചാൽ 3 പത്തിരി പരത്തിയിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിൽ ഒട്ടണീനാണ്. അങ്ങനെ അതൊക്കെ ഒന്ന് പത്തിരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് നല്ല സോഫ്റ്റ് പത്തിരി നമ്മളിവിടെ പരത്തിയെടുക്കുന്നുണ്ട് അല്ലേ. മെഷീനാകുമ്പോൾ നമുക്ക് ആരെ സഹായം വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പരത്തിയെടുക്കാം. ഇതുപോലെ പലകമ്മ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. മെഷീനിൽ പരത്തുമ്പോൾ നല്ലോണം പൊള്ളക്കും ചെയ്യും അല്ലേ. നല്ല അടിപൊളി പത്തിരി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരത്തിയെടുത്താലോ, എല്ലാതും ഒന്ന് പരത്തിയെടുത്താലോ. നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുത്താലോ. ആദ്യം ഇടുമ്പോൾ പെട്ടെന്ന് മറിച്ചിടുക കേട്ടോ. ഒന്ന് ചൂടായേക്ക് തന്നെ മറിച്ചിടുക. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെക്കണം കേട്ടോ. 3ാമത്തെ മറിച്ചിടുമ്പോൾ അത് പൊള്ളച്ച് വരണം. അതാണ് അതിൻ്റെ കണക്ക്. ഇങ്ങനെ കുറച്ച് നേരം വെക്കണം.
ഇങ്ങനെ കുറച്ച് എന്ന് വെച്ചിട്ട് മേലെ ഇങ്ങനെ കുമിളാൾ വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ആദ്യം പെട്ടെന്ന് ചൂടായേക്ക് തന്നെ മറിച്ചിടുക. മൂന്നാമത്തെ മറിച്ചിടൽ 3 വട്ടേ പത്തിരി മറിച്ചിടുള്ളൂ. ചപ്പാത്തി ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെ. നമുക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചെറിയ കുമിളകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. അപ്പോൾ നല്ലോണം പൊള്ളച്ച് വരും. ആ ചട്ടകം കൊണ്ടൊന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താലേ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് എല്ലാം അതൊന്ന് ചുട്ടെടുത്താലോ. അങ്ങനെ ആദ്യം പെട്ടെന്ന് മറിച്ചിടുക. രണ്ടാമത്തെ വട്ടം കുറച്ച് നേരം കഴിഞ്ഞിട്ട് മേലെ ഇങ്ങനെ കുമിളാൾ വരുമ്പോൾ മറിച്ചിടുക. മൂന്നാമത്തെ വട്ടം മറിച്ചിടുമ്പോൾ നല്ലോണം പൊള്ളച്ച് വരും. അതാണ് ഇതിൻ്റെ കണക്ക്. പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കണക്ക് അങ്ങനെയാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പത്തിരിയൊക്കെ ചുട്ടിട്ടുണ്ട്. ഞാൻ എനിക്കൊരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടോ. മുട്ടക്കറിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൽ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. പക്ഷെ എങ്ങനെ ഉണ്ടാക്കണമല്ല, മുട്ട കുറുമ ഉണ്ടാക്കണതാണ് ഞാൻ വീഡിയോ ഇട്ടിക്കണത്. അപ്പോൾ അതിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് മുട്ടക്കറി. നിങ്ങൾ രാവിലെ എങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. പത്തിരി കുറച്ച് നേരം ഒന്ന് നമ്മളൊന്ന് നേരത്തെ നീച്ചാൽ മതി. നല്ല സാധനം നമുക്ക് കഴിക്കാം രാവിലെ. എണ്ണയില്ല, ഒന്നുമില്ല, എണ്ണ കൊഴുപ്പൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നമുക്ക് എല്ലാവരും ചുട്ടെടുത്താലോ. എന്നാൽ നമുക്ക് അതിക്കൊരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയാലോ. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിൽ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്തോളി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കീറിയിട്ടാണ്. വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ജീരകം, ചെറിയുള്ളി ഇതൊക്കെ കൂടെ ചതച്ചാട്ടോ. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വലിയ ടീസ്പൂൺ. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളകും പൊടി ചേർക്കണില്ല, രാവിലെ എനിക്ക് മുളകും പൊടി ഇഷ്ടമല്ല. ഞാനിങ്ങനെ പച്ചമുളക് നല്ല എരിയുന്നതാണ്. 2 സവാള, 1 തക്കാളി ഇതൊക്കെ പാടെ കൂട്ടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അങ്ങനെ ഇതൊക്കെ വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും സവാളയും ഇതൊക്കെ കടന്നിട്ട് നന്നായി അടച്ച് വെച്ചാൽ പെട്ടെന്ന് വയലും കേട്ടോ. അങ്ങനെ ഇതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്, ഒരു മുറി തേങ്ങ. പൊടികൾ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ അതിന് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളത്. അങ്ങനെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക, ചെറിയ ഫ്ലെയിമിൽ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നല്ലോണം ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കട്ടോ.
ഞാൻ മുട്ട ആദ്യം പീങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണമെന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തേങ്ങ അരച്ചതും ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ മുട്ട അയക്കാനിട്ട പാകത്തിന് ഉപ്പിട്ടാൽ നമ്മളെ മുട്ടക്കറി റെഡിയായി. അങ്ങനെ നമുക്ക് തേങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ആ സവാള ഒന്ന് കഴിഞ്ഞിട്ട് ആയി കടന്നിട്ടൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചാൽ മതി. ഒന്ന് ആദ്യം തന്നെ ഒന്ന് വഴന്നിട്ടൊക്കെ വെന്തിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ തേങ്ങയും അതിക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ തിളച്ച് വരുമ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് ആദ്യം ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് വാട്ടിയപ്പോൾ ഇപ്പം ജില്ലയും കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടായിൽ ഇനി തേങ്ങ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് മുട്ടക്കറി. അങ്ങനെ തേങ്ങ അരച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് തിളച്ച് വരുമ്പോൾ ആ 2 മുട്ടയാണ് ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയ മുട്ട നമുക്ക് പൊളിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പൊളിച്ചിട്ട് കൊടുക്കാം. ഞാനത് പൊളിച്ചാതെയാണ് ഇട്ടിക്കണത്. ഇങ്ങനെ ഇടുമ്പോഴും അതിൻ്റെ മസാലയൊക്കെ കഴിയുമ്പോൾ പിടിക്കും കേട്ടോ. അങ്ങനെ 2 മുട്ട ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുട്ടക്കറിയും റെഡിയായി. നമുക്കിനി പത്തിരി മുട്ടക്കറി ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറിയും പത്തിരിയും നമുക്ക് കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണിത്. ആ മുട്ട അങ്ങനെ കൂട്ടി ആ പത്തിരി ഇങ്ങനെ കഴിക്കാൻ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടേ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു. രാവിലെ നിങ്ങൾ ഇത്ര പത്തിരിയൊക്കെ ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അങ്ങനെ രാവിലെ ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടാൽ കേട്ടോ. നിങ്ങളെല്ലാവരും പത്തിരി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ ഇടി. താങ്ക് യു ഫോർ വാച്ച്. അടുത്ത വീഡിയോയുമായി വരും വരെ താങ്ക്സ്.